ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇങ്ങനെ ഉണങ്ങിയ കുറേ ചോളത്തിൻ്റെ ആ ഒരു പീലായിട്ടുള്ള സംഭവം കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേയൊക്കെ നമുക്ക് മാക്സിമം അത് തുറന്നെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ. ഇത് ഒത്തിരി ചുക്കി ചുളിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് റെഡ് കളർ നല്ല രീതിയിൽ വെള്ളം ചേർക്കാണ്ട് അടിച്ചു കൊടുക്കാം. അതിന് വെള്ളം ചേർക്കാണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കാരണം വെച്ചാൽ ഇത് കുറച്ചൊരു അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മിനുസം പോലത്തെയാണ്. പെയിൻറ്റ് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്ത് കിട്ടില്ല. വെള്ളം ഒരുപാട് ചേർത്ത് കൊടുത്താൽ അത് അവിടെ തന്നെ ഉണങ്ങി കിട്ടാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കാണ്ട് അടിക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നല്ല കളർഫുള്ളോടെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒത്തിരി ഉണങ്ങി ചുളുങ്ങി പോകാത്തത് നോക്കി നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നല്ല നീറ്റായിട്ട് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കളർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ കളർ നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം ആ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചോളത്തിൻ്റെ ആ ഒരു തൊലിയിലേക്ക് കളർ ചെയ്തത് നല്ല രീതിയിൽ ഒരു ദിവസം കംപ്ലീറ്റ് ഉണക്കി കേട്ടോ. അതിന് ശേഷം ആ ഒരു പെയിൻറ്റ് കൊടുത്ത ഭാഗം മറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഉണങ്ങിക്കഴിയുമ്പോൾ കുറച്ചൊരു ഡിമ്മായ പോലെ തോന്നും, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു കട്ടിയുള്ള കാർഡ്ബോർഡ് പേസോ അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. അതിലേക്ക് ഇതുപോലെ ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കുക കേട്ടോ. വലിയ നീറ്റായിട്ടൊന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം ഒരു ഉദ്ദേശത്തിൽ വരച്ചെടുക്കുന്നതാണ്. അപ്പോൾ നല്ല നീറ്റായിട്ടൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം അതിന് കണക്കായിട്ട് ആ ഒരു ഷേപ്പിന് കണക്കായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു കൊട്ട പോലെയോ ചെറിയൊരു കൂട്ടാന്നൊക്കെ നമ്മൾ പറയും, അങ്ങനത്തെ ഒരു ലുക്കിലാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. അപ്പോൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു കട്ടിയുള്ള പേപ്പറിൻ്റെ ഉള്ളിൽ തന്നെ നിർത്തുന്ന രീതിയിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ മാത്രമേ നമ്മൾ ചെയ്യുന്ന വർക്കിന് ആ ഒരു കറക്റ്റ് ലുക്കിൽ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് ഉണങ്ങിയ വാഴയിലയാണ്. അതും ഇതുപോലെ ഒരേ സൈസിന് കണക്കായിട്ട് നമ്മളൊന്ന് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കീറിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കീറിയെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ മാറ്റിയിട്ടുള്ള ചോളം ഉണ്ടല്ലോ, ചോളത്തിൻ്റെ ആ ഒരു തൊലി, അതും കൂടി എടുക്കേണ്ട ആവശ്യമുണ്ട്. അതും നല്ല നീറ്റായിട്ട് നമുക്കൊന്ന് ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിവിടെ ചെറിയൊരു പോർഷനും കൂടി കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. ആ ഒരു ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ ആ ഒരു വാഴയില ഇറക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കണം. എന്നാൽ മാത്രമേ നല്ല കിടുവായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കുഞ്ഞൻ പീസിലൂടെ ഇറക്കി കൊടുത്തതിന് ശേഷം ബാക്ക് സൈഡിൽ നമ്മൾ ഗ്ലൂ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കിനി ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് അത് അനങ്ങാതെ വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ എങ്ങനെയാണോ ഫ്രണ്ടിൽ വേണ്ടത് ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം ബാക്ക് സൈഡിൽ ഇതുപോലെ നമ്മളൊന്ന് നല്ല രീതിയിൽ ഗ്ലൂ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇനി പിന്നെ അത് അവിടെ നിന്ന് അനങ്ങൂല. നമുക്ക് നല്ല നീറ്റായിട്ട് ഫ്രണ്ടിലത്തെ കാര്യം ചെയ്ത് തീർക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. അപ്പം ഇതുപോലെ നല്ല രീതിയിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചോളത്തിൻ്റെ ആ ഒരു പീൽ ചെയ്ത ഭാഗം ഇതുപോലെ ഒന്ന് മടഞ്ഞെടുക്കാം. നമ്മൾ ഓലപ്പായൊക്കെ ഉണ്ടാക്കാൻ മടയാറില്ലേ, അതുതന്നെയാണ് മടയുന്ന രീതി. അപ്പോൾ ഒന്നിൻ്റെ ഉള്ളിലൂടെ പിന്നെ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്തതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ എടുത്തിട്ട് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻസ് കണ്ടോ, ഒന്ന് വാഴയില ഉണങ്ങിയതെടുത്തത് കൊണ്ട് തന്നെ ഡാർക്ക് കളറും കിട്ടി. പിന്നെ ചോളത്തിൻ്റെ ആ ഒരു പീൽ ചെയ്ത സംഭവമാണെങ്കിൽ ലൈറ്റ് കളറായതുകൊണ്ട് തന്നെ ഡാർക്ക് ലൈറ്റ് എന്നുള്ളൊരു കോമ്പിനേഷൻ കിട്ടിയതുകൊണ്ട് തന്നെ നല്ല കിടിലൻ റിസൾട്ട് തന്നെ കേട്ടോ മടഞ്ഞ് കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അപ്പോൾ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു കളർ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ് വാഴയിലയും കൂടി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. ഇവിടെ വേറെ കളറിങ് പരിപാടി ഒന്നും തന്നെ ഇല്ല. ഈ ഒരു ഡാർക്ക് ലൈറ്റ് കളർ കോമ്പിനേഷൻ കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു നാച്ചുറൽ കൂട്ടായുള്ളൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് ഇത്രയും തന്നെ ഫിനിഷ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ മടഞ്ഞെടുക്കേണ്ടത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് മുകളിലാണെങ്കിൽ അടുത്തത് താഴെ, മറ്റേത് മുകളിൽ, താഴെ വരുന്ന രീതിയിൽ ഓരോന്നോരോന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് രീതിയിലാണ് വെക്കേണ്ടത്. ഫസ്റ്റ് കൊടുത്തത് സ്റ്റാർട്ട് ചെയ്തത് താഴെ കൂടെ ആണെങ്കിൽ അടുത്തത് തുടങ്ങേണ്ടത് മുകളിലൂടെയാണ് കേട്ടോ. നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും, ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ട്രഡീഷണലി വീട്ടിലെ അമ്മമാരൊക്കെ ഇതുപോലെ പായ് മടിയെന്നൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. കാരണം അവരൊക്കെ പണ്ട് ഇത് ഒരുപാട് ചെയ്തതായിരിക്കും. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഇങ്ങനെ മടഞ്ഞെടുത്തിട്ടുണ്ട്. കൂടുതൽ ചുളിഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ളത് എടുക്കാതിരിക്കാൻ മാക്സിമം നോക്കണം കേട്ടോ.
അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗവും കവർ ചെയ്ത് കിട്ടിയതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക്, അതായത് നമ്മളുടെ നല്ല വശം ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ആ ഒരു ചാർട്ട് പേപ്പറിൻ്റെ ബാക്ക് സൈഡിലേക്ക് ബെൻഡ് ചെയ്തിട്ട് ഒന്ന് നീറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറേ നാൾ കഴിഞ്ഞാലും ഒരു കുഴപ്പവും സംഭവിക്കാണ്ടിരിക്കും കേട്ടോ. കാരണം ഈ ഒരു വർക്ക് ചെയ്തിട്ട് തന്നെ ഒത്തിരി നാളായി. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വീഡിയോസ് ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ എടുത്ത് വെച്ചതുണ്ടായിരുന്നു എന്ന്. അതിലൊന്നാണിത്. അപ്പോൾ ഒരുപാട് നാൾ മുന്നേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായ ഒരു വർക്കാണ്. ഇന്നും ഒരു കുഴപ്പമില്ലാണ്ട് എൻ്റെ ചുമരിൽ ഇത് ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതാ ഇതുപോലൊരു 3 പീസിൽ പീൽ ചെയ്തിട്ടുള്ള ആ ഒരു ചോളത്തിൻ്റെ സംഭവം എടുത്തതിന് ശേഷം ഒന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടഞ്ഞെടുക്കുന്നുണ്ട്, മുടിയൊക്കെ മടയുന്ന രീതിയിൽ. അതിനുശേഷം നമ്മൾ കൈയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഭാഗത്തുനിന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ, ആ ഒരു പിടി എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു നല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രൂട്ട്സൊക്കെ നമ്മൾ പണ്ട് ഒരു ലുക്കായിട്ട് എടുത്ത് വെക്കുന്ന ഒരു കൊട്ടയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കൊട്ടേൻ്റെ ഒക്കെ ലുക്കാണ് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ എന്താ എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കളർ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫീൽ ചെയ്ത സംഭവം ഉണ്ടല്ലോ, ചോളത്തിൻ്റെ തൊലി, അതിലേക്ക് ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ നിവർത്തിയെടുത്തതിന് ശേഷം നമ്മൾ പെറ്റൽസ്, പൂവിൻ്റെ പെറ്റൽസിൻ്റെ ഒക്കെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് എത്ര സൈസിൽ വേണോ ആ ഒരു സൈസിന് കണക്കായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഒരു മീഡിയം സൈസിലാണ് അതിൻ്റെ പെറ്റൽസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പത്തിൽ വേണോ എത്ര സൈസിലുള്ളത് വേണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പീസിൽ നിന്ന് കിട്ടുന്ന എത്രയാണോ പെറ്റൽസ് അത് മാത്രം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം പിന്നീട് നമുക്ക് പിന്നെയും കളർ ചെയ്തെടുക്കേണ്ടതായിട്ട് വരാതിരിക്കാൻ വേണ്ടി നോക്കുക. കാരണം നമ്മൾ എല്ലാം ഒരേ രീതിയിൽ കിട്ടണമെങ്കിൽ ആ ഒരു ഒരേപോലത്തെ കളേഴ്സ് തന്നെ മാക്സിമം ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ കുറച്ചധികം നമ്മൾ പെറ്റൽസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മാക്സിമം ഇതിൽ നിന്ന് കിട്ടുന്നത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഡാർക്കായിട്ടുള്ള പോർഷൻ തന്നെ കുറേ കൂടി എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞ് റൗണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള ഓരോ പെറ്റൽസും ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്യാപ്പില്ലാണ്ട് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒറ്റ ലെയർ വരുന്ന ഫ്ലവേഴ്സ് റെഡിയാക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് ആ ഒരു രീതിയിലാണ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ ആ ഒരു എക്സ്ട്രാ നമ്മൾ ആ ഒരു കൊട്ടേൻ്റെ പുറത്തേക്കൂടെ ആയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു പോർഷൻ ഗ്രീൻ കളർ അടിച്ച് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഓരോ ഫ്ലവറും അതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ആ ഗ്രീൻ കളർ കൊടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലവേഴ്സിന് കുറച്ചും കൂടി എടുപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒന്നും കൂടി അട്രാക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ ഒരു ഗ്രീനും റെഡും എന്നൊരു കോമ്പിനേഷൻ അടിപൊളിയല്ലേ. എവിടെയെങ്കിലുമൊക്കെ ഗ്രീൻ വിസിബിൾ ആവുന്നുണ്ടെങ്കിൽ അതൊരു ലീഫിനെ പോലത്തെ ഒരു ലുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ഡാർക്ക് ഡള്ളായിട്ടുള്ള പോലത്തെ കൂടുതൽ വന്നതൊക്കെ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി അതിൻ്റെ ഉള്ളിലും കൂടി നമുക്കൊന്ന് കുറച്ച് കളർ കൊടുത്തിട്ട് സെറ്റപ്പാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ വൈറ്റ് കളർ തന്നെ നിർത്താനാണ് ഉദ്ദേശമെങ്കിൽ അങ്ങനെ തന്നെ നിർത്താം. അതും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ബ്ലാക്കാണ് കൊടുത്തിട്ടുണ്ടായത്. റെഡിന് എനിക്ക് ഒന്നും കൂടി ബ്ലാക്കാണ് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായത്. അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ആ ഒരു പൂമ്പൊടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ വെച്ചിട്ട് കുറച്ച് ഡോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. വെറുതെ വേസ്റ്റാക്കി കളഞ്ഞിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഈ ഒരു വർക്കിന് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒത്തിരി അടിപൊളിയായിട്ടുള്ള കിടുവായിട്ടുള്ള വർക്ക് എന്നൊന്നും ഞാൻ പറയില്ല. എന്നാലൊരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു വോൾ ഡെക്കറായിട്ട് നമുക്ക് ഈ ഒരു വർക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ. മറ്റൊരു നല്ല വീഡിയോ കാണാം. സീ യു, ടേക്ക് കെയർ.